ബോച്ചെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ബൈ നൗ പേ ലേറ്റർ. 5 മാസം മോഷണങ്ങളും പിടിച്ചുപറിയുമായി ഒരു ഡസനോളം കേസുകൾ. ഒറ്റപ്പാലത്ത് മോഷ്ടാക്കൾ വിലസുമ്പോൾ പോലീസ് ഉണർന്നു പ്രവർത്തിക്കണമെന്ന ആവശ്യത്തിന് ബലമേറുന്നു. ജില്ലയിൽ ഏറ്റവും കൂടുതൽ ക്രിമിനൽ കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സ്റ്റേഷനുകളിൽ ഒന്നാണ് ഒറ്റപ്പാലം. പൂട്ടിയിട്ട വീടുകൾക്ക് പുറമെ താമസക്കാരുള്ള വീടുകളിൽ പോലും രക്ഷയില്ലാത്ത അസാധാരണ സാഹചര്യം. പുതുവർഷം പിറന്ന ശേഷം മാത്രം കള്ളൻ കയറിയത് 7 കണ്ണിയമ്പുറം ഭാഗത്തായിരുന്നു കൂടുതൽ മോഷണം. കണ്ണിയമ്പുറം ശ്രീറാം നഗറിൽ പൂട്ടിയിട്ടിരുന്ന ശ്രീനന്ദനത്തിൽ നന്ദകുമാറിന്റെ വീട്ടിലെ വാതിൽ കുത്തി തുറന്ന് കവർന്നത് 5 ലക്ഷം രൂപയുടെ സ്വർണം, വജ്രമാഭരണങ്ങൾ. കഴിഞ്ഞ 6-നായിരുന്നു ഇത്. ഇതേ ദിവസം കണ്ണിയമ്പുറത്ത് പ്രധാന പാതയോരത്തെ കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന ഗോൾഡൻ പെയിന്റ്സ്, മുകൾ നിലയിലെ അമൃത് ഫുഡ് പ്രൊഡക്ട്സ് എന്നീ സ്ഥാപനങ്ങളിലും സമീപത്തെ മുനിയപ്പൻ, ഗുരുമൂർത്തി ക്ഷേത്രങ്ങളിലും മോഷണങ്ങൾ നടന്നു. ഭണ്ഡാരം കുത്തി തുറന്നാണ് പണം കവർന്നത്. പെയിന്റ് കടയിൽ നിന്ന് CCTV DVR-ഉം പെൻഡ്രൈവുകളും മൊബൈൽ ടാബും മോഷണം പോയി. പ്രദേശത്തെ 4 വീടുകളിലും ഒരു സ്ഥാപനത്തിലും കവർച്ചാ ശ്രമവും ഇതേ രാത്രി നടന്നു. ദിവസങ്ങൾക്ക് മുൻപ് ലക്കിടി പൂക്കാട്ടുകുന്നിൽ പൂട്ടിക്കിടന്നിരുന്ന വീടിന്റെ വാതിൽ തകർത്ത് സ്വർണ്ണാഭരണങ്ങൾ കവർന്നു. പൂതേരി മാലതി അമ്മയുടെ വീട്ടിൽ നിന്ന് 1.5 പവൻ തൂക്കം വരുന്ന മാല, 5 ഗ്രാം തൂക്കം വരുന്ന കമ്മൽ, വിദേശ കറൻസി എന്നിവയാണ് കവർച്ച ചെയ്യപ്പെട്ടത്. കഴിഞ്ഞ സെപ്റ്റംബറിൽ ലക്കിടി രഞ്ജുകൃഷ്ണയിൽ രാധാകൃഷ്ണന്റെ പൂട്ടിയിട്ടിരുന്ന വീട്ടിൽ നിന്നും 3.5 പവൻ സ്വർണ്ണാഭരണങ്ങളും 1500 രൂപയും കവർന്ന കേസിലും അന്വേഷണം എങ്ങും എത്തിയില്ല. ഇതേ മാസം അമ്പലപ്പാറ ചെറുമുണ്ടശ്ശേരി തെക്കേക്കാവിൽ നിന്ന് 10,000 രൂപയും ഭണ്ഡാരങ്ങൾ തകർത്തു കള്ളൻ കൊണ്ടുപോയി. മായന്നൂർ പാലത്തിനു സമീപം താമസിക്കുന്ന തമിഴ്നാട് സ്വദേശിനി ആനന്ദി വീട് നിർമ്മാണത്തിനായി സൂക്ഷിച്ചിരുന്ന 2 പവൻ സ്വർണവും 42,000 രൂപയും കവർച്ച ചെയ്യപ്പെട്ടതും ഇതേ മാസം. വീട് പൂട്ടി ഭാരതപ്പുഴയിലേക്ക് കുളിക്കാൻ പോയ നേരത്തായിരുന്നു കവർച്ച. ടൈം കിഡ്സ് പ്രീ സ്കൂൾ, മാന്നന്നൂർ റോഡ്, വാണിയംകുളം. ഡോട്ട് വ്യൂ ന്യൂസ്. കാഴ്ചകളാണ് ലോകം, കണ്ടു തുടങ്ങുക.